താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു. അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഇനി ഏൽക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. അനിൽകുമാറിന് ഭ്രാന്തിളകി. അജിൻസിനെ താലിബാനാക്കി, മീഡിയ വണ്ണിനെ താലിബാന്റെ ചാനലാക്കി. ഇത്രമാത്രം പരാജയപ്പെട്ടൊരവസ്ഥ അനിൽകുമാറിന് ഇതിനു മുമ്പ് ഉണ്ടായി കാണില്ല. അത്രമാത്രം പാർട്ടിയുടെ നെറുകേട്, നാണവും മാനവുമില്ലാതെ താങ്ങേണ്ടി വരുന്ന അത്രയും നിസ്സഹായമായ ഒരവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റുകൾക്ക് അടിമപ്പെട്ടു പോകുന്നതിന്റെ ഏറ്റവും ദയനീയവും അപഹാസ്യവുമായ അവസ്ഥയായിരുന്നു അത്. കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ ശാഠ്യം പിടിച്ച് കരയുന്നത് പോലെ താലിബാൻ താലിബാൻ എന്ന് പറഞ്ഞ് മൂങ്ങുന്നത്. ആരുടെ മുന്നിലാണോ ഇടതുപക്ഷം സാഷ്ടാംഗം പ്രണമിച്ചത്, അവർ താലിബാന്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണിപ്പോൾ. എന്നിട്ട് അവരുടെ സഹയാത്രികരായി നിന്നുകൊണ്ടാണ് താലിബാനെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമോഫോബിയ വളർത്തുന്നത്. ഇടതുപക്ഷമേ, നിങ്ങളും ഇത്രമേൽ മുസ്ലിം വിരോധികളായോ എന്ന് ചോദിക്കാനുള്ളൂ. കേരളത്തിലെ സാധാരണക്കാരും തന്നെ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ നിലപാടുകൾ മുസ്ലിമിൻ്റെതാണെന്ന് ഒരു മുസ്ലിമും അവകാശപ്പെടുന്നില്ല. സംഘികളെ ചോദ്യം ചെയ്താൽ അവർ ആ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തെ തീവ്രവാദികളും രാജ്യദ്രോഹികളും ഒക്കെ ആക്കും. അതേ നിലപാട് തന്നെയാണ് സംഘിക്കുപ്പായമണിയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇപ്പോൾ ഉള്ളത്. അവർ ചോദ്യം ചെയ്യുന്നവരെ താലിബാനികളും മാവോയിസ്റ്റുകളും ഒക്കെ ആക്കി മാറ്റുന്നു. എങ്ങനെയാണ് തീരെ ലജ്ജയില്ലാതെ ഒരു പൊതു ഇടത്തിൽ വന്ന മാർക്സിസ്റ്റ് വക്താവിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാവുന്നത്? ആരോടും ഒന്നും പറയാതെ കൂടെ കിടന്നവരെ വിളിച്ചുണർത്താതെ കേരളത്തിന്റെ മതേതരത്വത്തെ, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ അഡ്വാൻസ് കൈപ്പറ്റി കരാറിൽ ഒപ്പിട്ടിട്ട് പറയുന്നു, ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന്. ആ ഒപ്പിട്ട് നൽകിയതിന്റെ തിണ്ണമെടുക്കാണ് കെ സുരേന്ദ്രൻ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതുപോലെ ഇനി കേരളത്തിൽ NEP നടപ്പിലാക്കും. കേരളത്തിൽ SIR വരികയും പൗരത്വ രജിസ്റ്റർ നടപ്പിലാവുകയും ചെയ്യും. തുടർന്നുള്ള കേന്ദ്രത്തിന്റെ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന്.